വരുൺ ധവാൻ നായകനായി എത്തിയ പുതിയ ചിത്രമാണ് ബേബി ജോൺ. തമിഴ് ചിത്രമായ തെരിയുടെ ഹിന്ദി റീമേക്കായ സിനിമ തിയേറ്ററുകളിൽ വലിയ പരാജയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 160 കോടി മുതൽ മുടക്കിലെടുത്ത ചിത്രത്തിന് രാജ്യത്ത് നിന്ന് 50 കോടിയിൽ താഴെ മാത്രമാണ് കളക്ഷൻ നേടാനായത്. ഇതിനിടയിൽ വരുൺ ധവാൻ ഉൾപ്പെടെയുള്ള സിനിമയിലെ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച വാർത്തകൾ ചർച്ചയാവുകയാണ്. സിനിമയിലെ നായക കഥാപാത്രം അവതരിപ്പിക്കുന്നതിന് വരുൺ ധവാൻ 25 കോടിയാണ് പ്രതിഫലമായി വാങ്ങിയതെന്നാണ് ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത് നടന്റെ കരിയറിലെ ഏറ്റവും വലിയ പ്രതിഫല തുകയാണ്. സിറ്റാഡൽ ഹണി ബണ്ണി എന്ന സീരീസിനായി നടൻ 20 കോടിയായിരുന്നു വാങ്ങിയിരുന്നത്. കീർത്തി സുരേഷ്, വാമിക ഗബി എന്നിവരാണ് സിനിമയിലെ നായിക കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദീപ്തി എന്ന കഥാപാത്രത്തിനായി കീർത്തി സുരേഷ് 4 കോടി രൂപയാണ് പ്രതിഫലം കൈപ്പറ്റിയത്. അനന്യ എന്ന കഥാപാത്രമായി എത്തിയ വാമികയുടെ പ്രതിഫലമാകട്ടെ 40 ലക്ഷം രൂപയായിരുന്നു. സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജാക്കി ഷെറോഫ് 1.5 കോടി വാങ്ങിയപ്പോൾ രാജ്പാൽ യാദവ് 1 കോടിയാണ് പ്രതിഫലമായി വാങ്ങിയത്. ക്യാമിയോ റോളിലെത്തിയ സാനിയ മൽഹോത്രയുടെ പ്രതിഫലം 1 കോടിയായിരുന്നു. ബോളിവുഡിന്റെ സൂപ്പർ താരം സൽമാൻ ഖാനും സിനിമയിൽ ഒരു സ്പെഷ്യൽ ക്യാമിയോ ചെയ്തിരുന്നു. ഈ വേഷത്തിനായി നടൻ പ്രതിഫലമൊന്നും സ്വീകരിച്ചില്ലെന്നും ബോളിവുഡ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസംബർ 25-ന് ക്രിസ്മസ് റിലീസായാണ് ബേബി ജോൺ തിയേറ്ററുകളിൽ എത്തിയത്. ജിയോ സ്റ്റുഡിയോ, സിനിവൺ സ്റ്റുഡിയോ, ആപ്പിൾ പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ മുറാദ് ഖേദാനി, ജ്യോതി ദേശ്പാണ്ഡെ, ആറ്റ്ലി എന്നിവരാണ് ചിത്രം നിർമ്മിച്ചത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.